ഫണ്ട് 360 സ്വാധീനം പ്രോത്സാഹന മാത്യു. ഇന്ന് നമ്മുടെ വിഷയം ബ്രൈറ്റ്കോം ഗ്രൂപ്പാണ്, BCG ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊരു 2 വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ ബ്രൈറ്റ്കോം ഗ്രൂപ്പൊക്കെ അതിൻ്റെ നല്ല കാലങ്ങളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ പേർ, അതായത് ബ്രൈറ്റ്കോമിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒത്തിരിയേറെ പേർ അതിനെതിരെ വളരെയധികം വിമർശനങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നമുക്ക് സത്യം പറയുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയായിട്ട് കരുതുന്നത് കൊണ്ട് സത്യങ്ങൾ നമ്മൾ പറഞ്ഞു. അന്നത്തെ കാലത്ത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ മുതലുള്ള കമ്പനിയുടെ പല അക്വിസിഷൻസ്, ഓവർസീസ് അക്വിസിഷൻസ്, US അക്വിസിഷൻസ്, അതൊക്കെ ബിനാമി അക്വിസിഷൻസ് ആണെന്നുള്ള രീതിയിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ അകത്ത് പണം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വിദ്യകളാണെന്നുള്ള രീതിയിൽ നമ്മളതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു ഫോറൻസിക് ഓഡിറ്റ് നമ്മൾ ബുക്സ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ്. ഇതിനകത്ത് പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ തന്നെ വാങ്ങിച്ച സ്റ്റോക്കും സ്വന്തം മക്കളും ഒരുപോലെ തന്നെയാണ്. മറ്റൊരാൾ അതിനെക്കുറിച്ച് കുറ്റം പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒത്തിരി പേർ അതിന് വിമർശനങ്ങളുമായിട്ട് വന്നു. രണ്ടാമതുള്ള ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു വീഡിയോ ചെയ്തത്. അതിൻ്റെ വില എനിക്ക് തോന്നുന്നു 10-30 രൂപ ഉണ്ടായിരുന്നു തോന്നുന്നു. അന്നും ചെയ്തപ്പോൾ ഒത്തിരി പേർ വളരെയധികം പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ ആയിട്ട് തന്നെ മനസ്സിലിരിക്കുന്നവരന്ന് കയ്യിലിരിക്കുന്നവർ പറഞ്ഞു, ഇനി ഇത് അടുത്ത വർഷം ഇതേ സമയത്ത് തന്നെ നോക്കിയോ, അത് 150 രൂപയോ 200 രൂപയാവുന്നു. ഒന്നും സംഭവിച്ചില്ല. പുതിയ ന്യൂസ് വരുന്നത് മറ്റൊന്നുമല്ല, താൽക്കാലികമായിട്ട് 15 ദിവസത്തേക്ക് BCG നോൺ കംപ്ലയൻസ് കാരണം ട്രേഡിങ്ങിൽ നിന്നും, BSEയിൽ നിന്നും NSEയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ട്രേഡിങ്. അപ്പോൾ അതുകൊണ്ട് ഇനി ആർക്കും വിൽക്കലോ വാങ്ങിക്കലോ ഒന്നും നടക്കില്ല. 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലയൻസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ T2T സെഗ്മെൻറ്റിൽ വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യും. അതായത് T2T എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം, ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിൻ്റെ മാത്രം ട്രേഡിങ് പോസിബിളാണ്. അപ്പോൾ T2Tയിൽ ലിസ്റ്റ് ചെയ്ത പല സ്റ്റോക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്റ്റോക്കുകൾ, നോൺ കംപ്ലയൻസിൻ്റെ പ്രശ്നങ്ങളുള്ള പല സ്റ്റോക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളത് അത് മിക്കവാറും ലോവർ സർക്യൂട്ടിലായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ബഹുഭൂരിപക്ഷം വരുന്ന എല്ലാവരും ചിലപ്പോൾ പ്രൊമോട്ടറോ ബിനാമി പ്രൊമോട്ടറോ ഹോൾഡേഴ്സ് ഉൾപ്പെടെ അതൊന്നും തലയുരാൻ വേണ്ടിയിട്ട് കിട്ടുന്ന പ്രൈസിന് വിറ്റൊഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് അതിനെ കാണാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇനിയിപ്പോൾ ഒരു മടങ്ങി വരവ് BCG ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. മടങ്ങി വരണമെങ്കിൽ മടങ്ങി വരാം. കാരണം കംപ്ലയൻസ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 ക്വാർട്ടറിൻ്റെ റിപ്പോർട്ട്സാണ്, ക്വാർട്ടർലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെയാണ് പ്രശ്നം. അപ്പോൾ ഇത് പലപ്പോഴും ഉള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് സാധാരണ രീതിയിൽ പറയുന്നത് പോലെ കുട്ടികൾ ഹോംവർക്ക് ചെയ്യാൻ മറന്നു പോകുന്ന പോലത്തെ കാര്യമല്ല. ഇതെല്ലാം വ്യവസ്ഥാപിതമായ രീതിയിലുള്ള. അപ്പോൾ എന്തുകൊണ്ടാണ് സബ്മിറ്റ് ചെയ്യാത്തത്? പലപ്പോഴും സബ്മിറ്റ് ചെയ്യാത്തതിന് പല കാരണങ്ങളാണ് ഉണ്ടാകാറെങ്കിൽ കൂടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് പലപ്പോഴും അതൊരു അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു അപകടകരമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് പല നിക്ഷേപകർക്കും നൽകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് വളരെയധികം മൂടി വയ്ക്കാനുള്ള ഒരു കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകാമെന്നുള്ളതാകാം ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 6-7 മാസം എങ്ങനെയെങ്കിലും അതിൻ്റെ ട്രേഡിങ് നടന്നു പോകട്ടെ. ആ സമയത്തിനുള്ളിൽ നമുക്ക് മാക്സിമം നമ്മുടെയോ നമ്മളെ ബിനാമികളുടെയോ പക്കലുള്ള മാക്സിമം പണം നമുക്ക് എങ്ങനെയെങ്കിലും, മാക്സിമം സ്റ്റോക്കുകൾ എങ്ങനെയെങ്കിലും വിറ്റ് പണമാക്കാം എന്നുള്ളൊരു തോന്നലും ആകാം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അത് ഡീലിസ്റ്റ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. കാരണം നമ്മളിത് കംപ്ലയൻസ് റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ക്വാർട്ടർലി റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒപ്പിടാൻ വേണ്ടിയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണം. അപ്പോൾ വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്സാണ് ഉണ്ടെങ്കിൽ അത് പിന്നീട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടിന് വലിയ തലവേദനയാണ്. ചിലപ്പോൾ മെമ്പർഷിപ്പ് തന്നെ ടെർമിനേറ്റ് ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അതിന് വേണ്ടിയിട്ട് പല ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ചെറിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് മുമ്പോട്ട് വരാറില്ല. അതുകൊണ്ട് കമ്പനികൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മൂടി വെക്കേണ്ട കാര്യങ്ങൾ പലതും ഉള്ളതോ അങ്ങനെയൊക്കെയുള്ള കമ്പനികളൊക്കെ പലപ്പോഴും ക്വാർട്ടർലി ആനുവൽ റിപ്പോർട്ട്സൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കാറാണ് പതിവ്. അത്തരത്തിൽ തന്നെയാണ് BCGക്ക് സംഭവിച്ചതെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ അകത്ത് ക്വാർട്ടർലി റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നല്ലൊരു റെസ്പോൺസ് ആയിരിക്കില്ല എല്ലായിടത്തും ലഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിക്ഷേപകർക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ചോദ്യം. നിക്ഷേപകർക്ക് ചെയ്യാനുള്ളത് വളരെ കുറച്ച് മാത്രമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ T2T സെഗ്മെൻറ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ട്രേഡ് ചെയ്യൂ, അതും 15 ദിവസം കഴിഞ്ഞിട്ടാണ്. അന്നത്തെ ദിവസം സെല്ലിംഗ് പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് ആരോടൊന്നും ചോദിക്കാതെ പറയാതെ നമുക്കറിയാം, വേറെ മറ്റ് ന്യൂസുകളൊന്നും കമ്പനി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് പുറത്തിറക്കിയിട്ടില്ലെങ്കിൽ അന്ന് മിക്കവാറും ഇത് ലോവർ സർക്യൂട്ടിലായിരിക്കും, ആർക്കും വിൽപ്പന സാധ്യമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. ഈ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ട്രേഡ് ചെയ്തിട്ട് കയ്യിൽ കുറേ ഉള്ളവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കയ്യിലിരിക്കുന്ന പലരെയും എനിക്കറിയാം.
അവരുടെ പോർട്ട്ഫോളിയോയുടെ ഏകദേശം 25 മുതൽ 30% വരെ BCG മാത്രമായിട്ട് വില താഴേക്ക് പോയപ്പോൾ വാങ്ങിച്ചു കൂട്ടിയവരെ എനിക്കറിയാം. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുന്നൊരു കാര്യം OTC ആണ്. ഓവർ ദ കൗണ്ടർ ട്രേഡ്സ് ചിലപ്പം പലരും നടന്നേക്കാം. ചില ഭാഗ്യാന്വേഷികൾ, കയ്യിൽ കുറേ പണമുള്ളവർ, ഈ പറഞ്ഞ പോലെ ഇരിക്കുന്നവർ പലരും ഉണ്ട്. എന്താ പറയുന്നത്, അൺലിസ്റ്റഡ് ഷെയർസൊക്കെ വാങ്ങിക്കുന്നവർ, അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ കാലങ്ങളിൽ കാര്യമായിട്ടില്ലെങ്കിലും പണ്ടത്തെ കാലത്ത് IPO നടത്തിയിട്ട് ലിസ്റ്റ് ചെയ്യാത്ത ഒത്തിരി കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ത്രോയവേ പ്രൈസിനൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ പല ഭാഗങ്ങളിലും പല നാടുകളിലും ഉണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു കിട്ടുന്ന വിലയ്ക്ക് വേണമെങ്കിൽ തലേന്ന് ഒഴിവാക്കാവുന്ന രീതിയിൽ ഒരു ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പും കൂടി ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്താൽ കിട്ടുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് ഊരാം. കുറേ എണ്ണം ഉണ്ടെങ്കിൽ, വളരെ ചുരുങ്ങിയ എണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒരു 10,000 രൂപയ്ക്കൊക്കെ നിങ്ങൾ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ നിങ്ങൾ വേണമെങ്കിൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. കമ്പനി പൂട്ടിപ്പോയാലും ആ ഒരു പേര് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾഡിങ്ങിൻ്റെ ലിസ്റ്റിൻ്റെ അകത്ത് ഉണ്ടാകുമെന്നുള്ളൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അവസാനമായിട്ട് പറയാനുള്ളത്, എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു സജഷൻ മാത്രമാണുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭാഗ്യാന്വേഷണികളുടെ മേഖലയല്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം റിസ്ക്കുകൾ ഉണ്ട് എന്ന് തോന്നുന്നതോ നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉളവാക്കുന്നതോ രീതിയിലുള്ള ബുക്സ്, നമ്പേഴ്സൊക്കെ കാണുന്ന ഭാഗത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് സുസ്ഥിരമായി നിലനിൽക്കാൻ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. യൂട്യൂബിൻ്റെ അകത്തോ സോഷ്യൽ മീഡിയയ്ക്കകത്തോ ഒക്കെ വന്നിട്ട് കുറേ പലതരത്തിൽ പല പല കമ്പനികളും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന പലരും ഉണ്ടാകാം. അത് റെക്കമെൻഡ് ചെയ്യുന്നവരുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോൾ അവർ അറിയാതെ ഒരു പമ്പ് ആൻഡ് ഡംപ് ഓപ്പറേഷൻ്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിട്ട് കുറച്ച് കാശുണ്ടാക്കാമെന്ന് കരുതുന്നവരാകാം. പക്ഷേ ആത്യന്തികമായി നിങ്ങളുടെ പണമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് ഉടനെ എടുത്തു ചാടി അല്ലെങ്കിൽ ആ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കുക. ഇപ്പോൾ ഈ BCGയെ കുറിച്ച് തന്നെ ഇന്നും നാളെയായിട്ട് ഒത്തിരി വീഡിയോകളൊക്കെ ഇറങ്ങും. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഇറങ്ങുന്നതിൻ്റെ അകത്ത് കുറേ എണ്ണം നോക്കിയാൽ കാണാം BCG ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ 1000 രൂപ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കഴിയുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ സ്വന്തം സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തുക. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ രീതിയിൽ പല ഈ ഫിൽറ്ററിങ് മെക്കാനിസംസ്, സ്ക്രീനർ സോഫ്റ്റ്വെയർസൊക്കെ ഒത്തിരി വന്നതുകൊണ്ടുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഈ പറഞ്ഞ പോലെ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ റേഷ്യോസൊക്കെ അറിയാം. റേഷ്യോസിൻ്റെ ഏത് വാല്യൂവിൻ്റെ മുകളിലേക്ക് പോയാലാണ് നല്ല ചീത്ത എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പേഴ്സെല്ലാം അടിച്ചു നോക്കിയാൽ ഈ റേഷ്യോസിൻ്റെ ഒക്കെ അണ്ടർലൈൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ലെങ്കിൽ കൂടി ഈ നമ്പേഴ്സ് മാത്രം നോക്കിയിട്ട് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സാമാന്യ തത്വം പല സാമാന്യ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇത് പലപ്പോഴും പ്രത്യേകിച്ച് നാട്ടിൽ അറിയപ്പെടുന്നതോ അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹിഡൻ ജം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹെഡിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രത്നം തേടി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ രത്നം പോലെ തോന്നുന്ന ചില കരിങ്കല്ലുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നിറം മാറ്റി വെച്ചതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ ഭംഗിയുണ്ടാവും, പക്ഷേ രത്നമൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ രത്നമാണെന്ന് കരുതി വലിയ വാല്യുവേഷനിൽ നിങ്ങൾ കൊടുത്തിട്ട് അത് വാങ്ങിക്കും. പക്ഷേ ആത്യന്തികമായി നിങ്ങളുടെ പണം നഷ്ടപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക. മറ്റൊരു അധ്യായത്തിന് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.